ഒറാങ്ങട്ടൻ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ലോകം ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂ ആണ്. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രം ഈവൻ അന്റാർട്ടിക്കയിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂടാൻ കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വെറൈറ്റീസും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ലോകത്താകെ 9% പ്ലാസ്റ്റിക്സ് മാത്രമേ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കി ഒന്നും റീസൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് ഡെയിലി മെട്രിക് ടൺസ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ട്രൂ. കാരണം പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയും മെഡിക്കൽ ഇൻഡസ്ട്രിയും ഇല്ല. കാരണം അതിനെ റിട്ടേൺ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നിരോധിക്കൽ കൊണ്ടൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ പ്രാക്ടിക്കൽ അല്ല, ബട്ട് അതിനൊരു എൻഡ് സൊല്യൂഷൻ കാണും. അപ്പോൾ ഈവൻ കടലിൻ്റെ അടിയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ ശരി, പലരും നമ്മുടെ ഓഷ്യൻ ക്ലീനപ്പ് സൊസൈറ്റിയൊക്കെ ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലീനപ്പ് ചെയ്താലും അവർ അതിൽ നിന്ന് ഒരു 8 to 10% സാധനം എടുത്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനം എടുത്ത് ബാക്കി സാധനങ്ങൾ പിന്നെ കടലിലേക്ക് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കാടുകളിൽ നമ്മൾ ആനകളാണെങ്കിലും മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിലും അത് ഇങ്ങനെ പ്ലാസ്റ്റിക് തിന്നുകൊണ്ട് മരിക്കുക. ആക്ച്വലി പ്ലാസ്റ്റിക്കാണെന്ന് അറിയില്ല അതിന്, അത് മണത്തിൻ്റെ തിന്നണം. അതിൻ്റെ കൂടെ ഒരു ഫുഡ് വേസ്റ്റ് ഞങ്ങളൊരു പ്ലാസ്റ്റിക് വേസ്റ്റിലിട്ട് കൊടുത്തിട്ട് ആ ഫുഡിൻ്റെ മണം അടിച്ചിട്ട് പിന്നെ കുരങ്ങന്മാരാണെങ്കിലും ആനകളാണെങ്കിലും പശുക്കളാണെങ്കിലും തിന്നും. അപ്പോൾ അത് കഴിഞ്ഞ് വയറ് വീർത്ത് അത് മരിക്കുക. ഒത്തിരി നിങ്ങളൊക്കെ റിപ്പോർട്ടുകൾ കണ്ടായിരിക്കും. ഈ ആനകൾ ചത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന് വയറിനകത്ത് കിലോ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വെച്ചാൽ എനിക്കതിനൊരു സൊല്യൂഷൻ കാണും.